ഹലോ ഗൈസ്, എല്ലാവരും നമസ്കാരം. നമ്മുടെ ബൊഗൻവില്ല കളക്ഷനിലേക്ക് വേണ്ടി നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് കുറച്ച് പ്ലാന്റ് എടുത്തിട്ടുണ്ട്. കൊൽക്കത്തയിലെ പ്രണവി ഗാർഡനിൽ നിന്നാണ് നമ്മൾ പ്ലാന്റുകൾ വാങ്ങിയിട്ടുള്ളത്. 5 വെറൈറ്റി പ്ലാന്റാണ് നമ്മൾ ഇത്തവണ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരെ നിന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഞെട്ടിച്ചത് ഇവരുടെ പാക്കിംഗ് ആണ്. അതായത് കൊൽക്കത്തയിൽ നിന്ന് ഇരിഞ്ഞാലക്കുട വരെ ബ്ലൂ ഡാർട്ടിലാണ് നമുക്ക് ഈ ഒരു കൊറിയർ വന്നിട്ടുള്ളത്. വളരെ സേഫ് ആൻഡ് ക്ലീൻ പാക്കിങ്ങിലാണ് ഈ സംഭവം നമുക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരു വലിയൊരു ബോക്സിൻ്റെ ഉള്ളിൽ 5 ബോക്സസായിട്ട് സെപ്പറേറ്റ് ആണ് പ്ലാന്റുകൾ അവർ പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഓരോ ബോക്സും തുറന്ന് അതിൽ പ്ലാന്റുകളൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാലാണ് ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പാക്കിങ് കാണാനും ഇതിനൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതേപോലെ 5 ബോക്സിലായിട്ടാണ് സെപ്പറേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. 5 വെറൈറ്റി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. 5 വെറൈറ്റി ഏതൊക്കെയാണെന്ന് നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കാണുന്ന ഈ ഒരു വെറൈറ്റി ഗോൾഡൻ കയാട്ട മജന്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. ആദ്യമേ തന്നെ പറയാം, നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന 5 പ്ലാന്റിനും 350 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഓരോ പ്ലാന്റിനും 350 രൂപ വെച്ചിട്ടാണ് വരുന്നത്. 5 പ്ലാന്റിനും കൂടി നമ്മൾ ബ്ലൂ ഡാർട്ടിൽ കൊറിയർ ചെയ്യാൻ വേണ്ടി കൊൽക്കത്തയിൽ നിന്ന് ഇവിടം വരെ കൊറിയർ ചെയ്യാൻ വേണ്ടി കൊടുത്ത ചാർജ് എന്ന് പറഞ്ഞാൽ 550 രൂപയാണ് 5 പ്ലാന്റിനും കൂടി നമുക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നോർമൽ റേറ്റാണ്, ചീപ്പ് റേറ്റ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് വെറൈറ്റി ബൊഗൻവില്ലാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സക്കൂറ ബെല്ലക്കാൻ്റെ ഗോൾഡാണ്. സക്കൂറയുടെ പുതിയ ഗോൾഡ് വെറൈറ്റിയാണ് ഈ കാണുന്നത്. നമ്മുടെ പഴയ വെറൈറ്റി ആയിട്ട് ഭയങ്കര വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിൽ കൂടി ചെറിയൊരു ഗോൾഡ് ലീഫ് ഇതിൽ കാണാനായിട്ട് പറ്റും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഗോൾഡൻ സക്കൂറ, ഓരോ പ്ലാന്റിനും ഓരോ ടാഗുകൾ അവർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഐ ഡി മാറി പോകാതിരിക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ഇതും നല്ല പ്ലാന്റ് തന്നെയാണ്. അപ്പം നിങ്ങൾ മാക്സിമം പുതിയ വെറൈറ്റികൾ മാത്രം ഈ കൊൽക്കത്തയിൽ നിന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്ലാന്റിനും അത്യാവശ്യം കൊറിയർ ചാർജ് കൊടുത്തിട്ടാണ് ഈ പ്ലാന്റ് വാങ്ങുന്നത്. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത നഴ്സറിയിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന കൊറിയർ ചാർജും പ്ലാന്റിൻ്റെ പൈസയും കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത നഴ്സറിയിൽ നിന്ന് ഈ സെയിം വിലയ്ക്ക് തന്നെ പ്ലാന്റ് കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടാത്ത ഏറ്റവും ലേറ്റസ്റ്റ് നഴ്സറിയിലൊന്നും കിട്ടാത്ത ഏറ്റവും പുതിയ വെറൈറ്റികൾ മാത്രം കൊൽക്കത്തയിൽ നിന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടൻ വഴിയാണ് നമ്മൾ ഈ പ്ലാന്റുകളെല്ലാം വാങ്ങിക്കുന്നത്. ഉണ്ണിച്ചേട്ടൻ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വെറൈറ്റിയും നിങ്ങൾക്ക് ആൾ വളരെ നൈസായിട്ട് അയച്ചു തരും. ഈ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ഫ്ലെയിം വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റിയാണ്. ഇത് സൂപ്പർ പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നല്ല സ്റ്റെം സൈസും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഗ്രാഫ്റ്റും അതിൽ വന്നിരിക്കുന്ന ഈ ലീഫും അതിലൊക്കെ നല്ല ബുഷിയായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 വെറൈറ്റീസ് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ സെറൈൽ മിൽക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. പല ഷെയ്ഡിലും ഇത് വരുന്നുണ്ട്. ഒരു ഫ്ലവറിൽ തന്നെ ചില സമയത്ത് വൈറ്റ് ആൻഡ് പിങ്കിൽ വരും, ചില സമയത്ത് ഫുൾ പിങ്കിൽ വരും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഈ സെറൈൽ മിൽക്ക് എന്ന് പറയുന്നത്. ഒരു ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് സെറൈൽ മിൽക്ക്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ്. നമ്മൾ മേടിച്ചതെല്ലാം തന്നെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ്. ഗ്രാഫ്റ്റൊക്കെ ഒടിയാണ്ട് നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ് നമ്മുടെ കൊറിയർ വഴി കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രണവി ഗാർഡനിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രണവി ഗാർഡനിൽ നിന്ന് പ്ലാന്റ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന ഉണ്ണിച്ചേട്ടൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ആലപ്പുഴക്കാരനാണ്, മലയാളിയാണ്. അപ്പോൾ ആൾ വഴി നിങ്ങൾക്ക് പ്ലാന്റ് അടിപൊളിയായിട്ട് ഇവിടെ നാട്ടിലെത്തൂട്ട. ബ്ലൂ ഡാർട്ടിലായിരിക്കും ഇത് കൊറിയർ അയച്ചു തരിക. നല്ല പാക്കിങ്ങിൽ നല്ല സേഫായിട്ട് ഇവിടെ എത്തും. ഇത് നമ്മുടെ ഗോൾഡൻ ഡാമിയ എന്ന് പറഞ്ഞുള്ളൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ്. നമ്മുടെ ഗോൾഡൻ സൺഷൈനൊക്കെ പോലത്തെ ഒരു വെറൈറ്റിയാണ്. ഫ്ലവറൊക്കെ കാണാനായിട്ട് നമ്മുടെ ഒരു ചിത്ര വെറൈറ്റിയുടെ ഒക്കെ ഒരു പോലത്തെ ഒരു വളരെ വലുതാവുന്ന ഒരു തരം പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെ ആവശ്യക്കാർ മാത്രം നോക്കിയിട്ട് മേടിച്ചാൽ മതി. ഇതെല്ലാം നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ സാമ്പിൾ വീഡിയോസും പിക്ചേഴ്സൊക്കെ കാണാനായിട്ട് പറ്റും. ഗോൾഡൻ ഡാമിയ തിരക്കേടില്ലാത്തൊരു വെറൈറ്റി, ഭയങ്കര സംഭവം എന്ന് പറയാനില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെറൈറ്റിയാണ്. അന്നേരം നമ്മളത് വാങ്ങി. ഗോൾഡൻ ലീഫിൻ്റെ ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു പ്ലാന്റുകളെല്ലാം തന്നെ ഇങ്ങനെ ഒരു കവറിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിട്ട് ആ ഒരു കവർ അഴിച്ച് കളയുമ്പോൾ ഇതേപോലെ ചാക്ക് ചിരടുകൊണ്ട്, നമ്മളിവിടെ ചാക്ക് ചിരടെന്ന് പറയാം, ചാക്ക് ചിരടുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് വളരെ സേഫായിട്ട് ആണ് വന്നിരിക്കുന്നത്. ആ മണ്ണൊക്കെ ഇളകാതിരിക്കാനായിട്ട്. പക്ഷേ കൊൽക്കത്തയിൽ നിന്ന് വരുന്ന പ്ലാന്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണായിരിക്കില്ല. അവിടുത്തെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കളിമണ്ണുണ്ടല്ലോ, ആ കളിമണ്ണായിരിക്കും അവിടുത്തെ മണ്ണെന്ന് പറയുന്നത്. ആ കളിമണ്ണിൽ ആണ് നമ്മുടെ പ്ലാന്റുകളെല്ലാം കൊൽക്കത്തയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് പോട്ട് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ചാക്ക് ചിരടൊക്കെ നമ്മൾ അഴിച്ച് കളഞ്ഞ്
വളരെ സേഫായിട്ട് അഴിച്ച് കളയണം. നമ്മൾ വളരെ പതുക്കെ ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും വളരെ പതുക്കെ ചെയ്ത് അഴിച്ച് കളഞ്ഞ് ഈ കാണുന്നത് ഒരു കവറാണ്. ആ കവറും കൂടി അഴിച്ച് കളഞ്ഞിട്ട് വേണം നമ്മളിത് ചെറിയൊരു പോട്ടിലേക്ക് മാറ്റാൻ. ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ കൊണ്ട് നേരെ 10 ഇഞ്ചിലോ 12 ഇഞ്ചിലോ ഒന്നും വെക്കരുത്. ഒരു 6 ഇഞ്ച് വലുപ്പമുള്ള ചട്ടി ഞാൻ കാണിച്ചു തരാം, നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. 6 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ചട്ടിയിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് ഗ്രോത്തും വരും, റൂട്ടൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചെളിയൊന്നും കളയേണ്ട കാര്യമില്ല. നമ്മൾ അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചെറിയൊരു 6 ഇഞ്ചിൻ്റെ പോട്ട് എടുക്കുക, അതിൻ്റെ ഏറ്റവും അടിയിൽ കുറച്ച് മണ്ണിടുക, എന്നിട്ട് നമ്മളെ ചെളി അടക്കമുള്ള ഈ ഒരു ചെടി സെൻറ്ററിൽ വെക്കുക. എന്നിട്ട് ഈ ചെളി മൂടുന്ന വരെ മണ്ണിടുക. ഒരുപാട് മണ്ണ് കുത്തി നിറയ്ക്കേണ്ട കാര്യമില്ല. ചെളി മൂടുന്ന വരെ മണ്ണിട്ട് അതിനൊന്ന് നനച്ച് കൊടുത്ത് ചെടിയുടെ ഇലകളിലൊക്കെ വേണമെങ്കിൽ വെറുതെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊൽക്കത്തയിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ചെടിക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്ന് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടു. നിങ്ങളവിടെ ഏത് മണ്ണാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ മണ്ണ് നിങ്ങൾക്ക് ഇടാം. അപ്പോൾ ഈ പ്ലാന്റുകളെല്ലാം തന്നെ നമ്മൾ റീപോർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൊടുക്കുക. മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തണലത്തേക്ക് മാറ്റി വയ്ക്കുക. ഒരു 2 മാസം നമുക്ക് ഈ പോട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നാണ് പറഞ്ഞത്. 2 മാസം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റീപോർട്ട് ചെയ്യാം. ഇനി ഡയറക്റ്റ് നമുക്ക് 10 ഇഞ്ചിലേക്ക് മാറ്റാം. അതായത് ഈ 6 ഇഞ്ചിലിരുന്ന് ചെടി അത്യാവശ്യം ഗ്രോത്ത് ആയതിനു ശേഷം 10 ഇഞ്ചിലേക്ക് നമുക്ക് പ്ലാന്റ് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാവരും ചെയ്യുക. അവരുടെ ഇൻസ്ട്രക്ഷൻസ് വഴിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഉണ്ണിച്ചാനോട് ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചായിരുന്നു. ഈ ചെളിയായിട്ടുള്ള മണ്ണ് എങ്ങനെ നമുക്ക് പുതിയൊരു ഇതിലേക്ക് മാറ്റാം. അപ്പോൾ കുറേ പേര് ചെളി കളഞ്ഞിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ചെളിയൊന്നും കളയേണ്ട കാര്യമില്ല, ആ ചെളി അടക്കം അങ്ങനെ വെക്കുക. വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിരുന്നു. ഇനി ഒരാഴ്ചത്തേക്ക് വെള്ളം ഒഴിക്കേണ്ടി വരില്ല. അങ്ങനെ നമ്മൾ 5 പ്ലാന്റും റീപോർട്ട് ചെയ്ത് സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് വാങ്ങാട്ട. നല്ല നൈസായിട്ടുള്ള ഡീലിംഗ് ആണ്. വളരെ സേഫായിട്ടുള്ള പാക്കിങ്ങിൽ നമുക്ക് ചെടി ഒടിയാണ്ടൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ണിച്ചാനായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക. ധൈര്യമായിട്ട് വാങ്ങാം. വീഡിയോയുടെ മുകളിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്ലാന്റിനും വന്നിരിക്കുന്നത് 350 രൂപയാണ്. ഇപ്പം നല്ല ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന പ്ലാന്റുകളുടെ റേറ്റും പ്രൈസ് ലിസ്റ്റും വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ എന്തെങ്കിലും അവർ കോൺടാക്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി. താങ്ക്